ലിസബത്ത് വെല്ലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചവചവനെ പറ്റിയുള്ളതാണ്, അല്ലെങ്കിൽ ചയോട്ട എന്ന് പറയും. അപ്പോൾ ഇത് പലരും കണ്ടിട്ടുണ്ടാവും, എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. എന്നാൽ ഇത് കൊണ്ട് ധാരാളം ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണിത്. ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പല അസുഖങ്ങൾക്കും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കാം, അതുപോലെ അച്ചാറുണ്ടാക്കാം, സാലഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതെങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതും കൂടി ആട്ടോ. തോരൻ വയ്ക്കണതും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് തോരനുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാങ്ങിയ ചവചവിൻ്റെ അടിവശം കണ്ടോ, ഇതിൽ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ വേര് വന്ന ഇങ്ങനത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ചവചവ് വെച്ചിട്ടൊരു തോരനുണ്ടാക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് കേടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ സ്കിന്നൊന്ന് കളയണം. ഇതിപ്പം ഈ കറുപ്പ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് തന്നെ അതിൻ്റെ തോട് കളയുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെത്തിക്കളയണം. ഇപ്പം നല്ലതാണെങ്കിൽ നമ്മൾ ഒത്തിരി എങ്ങനെ ചെത്തിക്കളയണമെന്നില്ല, വളരെ തിന്നായിട്ട് അങ്ങ് കളഞ്ഞാൽ മതി അതിൻ്റെ ആ സ്കിന്ന്. ഇപ്പം ഞാൻ ഇച്ചിരി നന്നായിട്ട് കളയുന്ന ഈ കേടുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. പിന്നെ ഇതിൽ അടിഭാഗത്ത് ഇങ്ങനെ കുറച്ച് മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനകത്തുള്ള ഇതിൻ്റെ സീഡ് ഇങ്ങനെ കളയാണ്ട് എടുക്കുന്നുണ്ട്. അത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് മുളയ്ക്കുമെന്ന് അതും ഒന്നും നോക്കണം. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ വേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് കിളുത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും ഞാനതൊന്ന് എല്ലാത്തിൻ്റെയും കളയാണ്ട് ഇങ്ങനെ എടുക്കാം. എല്ലാത്തിലും ഇതുപോലെ ഇങ്ങനെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ ഇത് വളരെ നൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഒന്നിലെ കൊത്തിയിരിക്കുക, അല്ലെങ്കിൽ അരിയുവാണെങ്കിൽ ചെറുതായിട്ട് അരിയണം. ഞാനിതിപ്പോൾ ചോപ്പറിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ പീസാക്കാം. അതാകുമ്പോൾ ചോപ്പറിലിടുമ്പോൾ എളുപ്പമുണ്ടാവും. ഇത് ചോപ്പറിലിടുക കേട്ടോ എളുപ്പം. ഇട്ട് നമ്മളൊരു 3-4 വലി ഇതുപോലെ വലിക്കുമ്പോഴത്തേക്കും നല്ലോണം ഇത് ചോപ്പ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഈ ചവചവ് തോരന് ക്യാബേജ്, അതുപോലെ പടവലങ്ങ, പപ്പായ ഇതൊക്കെ തോരൻ വയ്ക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ടൊരു സാമ്യമുണ്ട്. പക്ഷേ അതിനേലും ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ ഈ ഇടയാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇടയ്ക്ക് വാങ്ങാറുണ്ട്, തോരനും വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒക്കെ ഒന്ന് വാങ്ങി ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിതിന്. ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചവചവിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് ഒരു പ്രത്യേക അളവൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തോരം എടുക്കുന്ന ചവചവ് എടുക്കുന്നതിനനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങയായാലും മതി. പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ടരിഞ്ഞത്. പിന്നെ എരിവിനായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വേറെ മുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുളക്, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് കൂടാനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം. ഒരു 4-5 അല്ലി എടുക്കാം. വലിയ അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉണക്കമുളക് വേണം. അത് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതാണേലും ഇട്ടാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. ഇനി ചുവന്നുള്ളി ഉണ്ടെങ്കിൽ 2 കഷ്ണം ചുവന്നുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടാലും നല്ലതായിരിക്കും. അതിലേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പാനെടുപ്പ് വയ്ക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും ഉണ്ടല്ലോ, കറിവേപ്പിലയും അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഒരു ബ്രൗൺ കളറാവണം.
അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൗചവും തേങ്ങ എല്ലാം കൂടെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിടുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കൊള്ളും, വേവാനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം, കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പച്ചമുളകോ ഏതെങ്കിലും കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 3-4 തവണ ഞാനിത് ഇളക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് അടി പിടിക്കാണ്ടൊക്കെ ഇരിക്കാനായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മൂടി വെച്ച് തന്നെ വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇപ്പോൾ ചൗ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് പാകത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചൗ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ തോരൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ധാരാളം ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. പച്ചക്കറികൾക്കെല്ലാം പൊതുവേ നല്ല ഗുണങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള ഗുണങ്ങൾ തന്നെ ഇതിനുമുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്തപ്പം അതിൻ്റെ ആ സീഡ് എടുത്ത് വെച്ചല്ലോ, വേര് വന്നു തുടങ്ങിയത്. അപ്പോൾ അത് നമുക്കൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് മുളച്ച് വരും എങ്ങനെയാണെന്നുള്ളത് നമുക്കത് നോക്കാം. അപ്പോൾ കുറച്ച് വെള്ളം മതി, ഒത്തിരി വെള്ളമൊന്നും വേണമെന്നില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വെക്കാം. അപ്പോൾ ഈ വേര് വന്ന് ഇത് ഞാൻ ഗ്ലാസ്സിലിട്ട് ബാൽക്കണിയിലാണ് വെച്ചത്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ വിടർന്ന് വലുതായി വന്നു കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ കൊള്ളാണ്ടായി. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അതിന് കണ്ടോ കിളുമ്പ് വന്ന് ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ വെള്ളം മാറ്റും, വേറെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്കും നല്ലോണം ഇലയൊക്കെ ഇച്ചിരി ഉഷാറായി വന്നിട്ടുണ്ട്. ഇത് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സ്റ്റേജായത്. അപ്പോൾ ഇനി ഞാനിത് ഇവിടെ വയ്ക്കുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുകയാണ്. ഫ്രണ്ട് വില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ തറയിൽ നടാലോ. അപ്പോൾ ഇത് നട്ടിട്ട് കായ ഉണ്ടാവുമോ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇത് ചെറുതായിട്ട് വേര് വന്ന് തുടങ്ങിയതായതുകൊണ്ടാണ് 3 ആഴ്ച കൊണ്ട് ഇത്രയും വലുതായത്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വേരിങ്ങനെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തറയിൽ നടുമ്പോൾ പെട്ടെന്ന് ഇത് പിടിച്ച് വരുമായിരിക്കും. എന്തായാലും നമുക്കിത് നോക്കാം. ഇനി വേറെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന് വേരൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സീഡൊന്ന് എടുത്ത് നോക്കാം, അത് മുളയ്ക്കുമോ എന്നുള്ളത് നോക്കാം. നിങ്ങളിങ്ങനെ മുളപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഇച്ചിരി പാകമായത് വേണം. തീരെ പിഞ്ചുള്ളതായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുളയ്ക്കത്തില്ല. നല്ലവണ്ണം മൂത്ത് ഇരിക്കുന്നത് വേണം. അതിൻ്റെ പുറം കാണുമ്പോൾ നമുക്കറിയാം മൂപ്പായത്. പേരയ്ക്കൊക്കെ മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറം ഇരിക്കുമല്ലോ, അതുപോലെ തന്നെ ഇതിൻ്റെ പുറകുവശം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കിയിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ ഈ വേര് വന്നു തുടങ്ങിയതാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇനി വേറൊരു മെത്തേഡും കൂടെ നോക്കാം. ഒട്ടും വേരൊന്നും വന്നിട്ടില്ല ഇത് നമുക്കിതുപോലെ വെള്ളത്തിൽ വയ്ക്കാം. അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം കേട്ടോ. അടിവശം ശരിക്കും വെള്ളത്തിൽ മുങ്ങണം. ഇതിപ്പോൾ കുറച്ചൊരു ചെറിയ പാത്രം, കുറച്ചുകൂടെ വലിപ്പമുള്ളതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാലും നന്നായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതിൽ എന്താ വ്യത്യാസം വരുന്നതെന്നുള്ളത്, എത്ര നാൾ കൊണ്ടാണ് ഇത് മുളച്ച് വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഇതിൻ്റെ വേരൊക്കെ വന്ന് കിളുമ്പൊക്കെ ആയി വരുന്നത്. 3 ആഴ്ച കഴിഞ്ഞു ഇപ്പോൾ വെച്ചിട്ട് കേട്ടോ. കണ്ടോ, വളരെ പതുക്കെ അത് വരുന്നത്. അപ്പോൾ ഞാൻ ആ ബോട്ടിലിട്ട് വെച്ചിരുന്ന് മാറ്റിയിട്ട് വേര് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോളിലേക്ക് മാറ്റി. എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ആ വേര് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, കുറച്ച് ഭാഗം ആ രീതിയിൽ വെള്ളം ഒഴിക്കണം. ഇനി ഒട്ടും വേര് വരാത്തതിൻ്റെ സീഡ് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഗ്ലാസ്സിലിട്ടിരുന്നല്ലോ, അത് ഞാനെടുത്ത് ഇതിനകത്തേക്ക് മാറ്റി. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് കുറച്ച് വേര് അടിയിൽ വന്നുള്ളൂ. മറ്റതൊക്കെ വളരെ മൂക്കാത്തതായിരുന്നു, പിഞ്ചായിരുന്നു, അതുകൊണ്ട് അതിൽ വന്നില്ല. ഇത് കണ്ടോ, ഇതിലാണ് ഈ 3 ആഴ്ചയായപ്പം ഇത്രയും വേര് വന്നത്. അപ്പോൾ ടൈം എടുക്കും,
എന്തായാലും ഇത് ഇങ്ങനെ കിളുത്ത് വരണമെങ്കിൽ. അപ്പം നിങ്ങൾക്കിങ്ങനെ നടാൻ ആഗ്രഹമുണ്ട്, തൈ വേണമെന്നുള്ളവർ ഇതുപോലെ അടിയിൽ വേര് വന്ന് തുടങ്ങിയത് നോക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കിളുത്ത് വന്നോളും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുകയും വേണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.